ഹലോ ഗൈസ്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയല്ലേ എന്നെ അടിച്ച് കിടത്തി ഉറക്കി. എന്നെ നെറ്റി കണ്ട മുഴച്ചിരിക്കുന്നു. നെറ്റി കൂടെ ഇവിടെ ഫോൺ എടുത്തിട്ട് തന്നു. വേണ്ട, ഫോൺ തിരിച്ചു പോകണം. നിങ്ങളെ അപ്പൂസ് നാളെ തിരിച്ചു പോകണം. അപ്പം അവൻ കുറച്ച് ബീഫും കപ്പയും ബീഫും അപ്പോഴും കഴിക്കാനും വിളിച്ച് ഞാൻ കഴിച്ചായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ തന്നു, ഇവിടെ ഇരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അവൻ തന്നിട്ട് പോയി. അവൻ രാവിലെ പോവും. ആണ്ട ഈ പോണ ഗാർഹിക പീഡനം എൻ്റെ നെറ്റി കേട്ടാ മുഴച്ച് നമ്മളെല്ലാവരും. ഓ പട്ടി അവിടെ നിന്ന് ലിയ അവിടെ നിന്ന് കൊതി നോക്കും ഗൈസ്. അത് നല്ല സൂപ്പർ ബീഫ് കറി. പോയോ അമ്പലത്തിൽ പോണക്കാൻ നിനക്ക് ബീഫ് കഴിച്ചൂടാ. ലിയോയ്ക്ക് അവിടെ നിന്ന് ഇരിക്കപ്പുറത്ത് വരില്ല, നല്ല മണം. ബീഫിന് മണം. ചേട്ടാ എനിക്ക് കൊടുത്താ കുറെ നാളായിട്ടാ ബീഫുമാര്. അപ്പൂസും മറ്റേ അവന്റെ പേരെന്തിന് പ്രമോദ്. ഇവിടെ അടുത്തുള്ള പയ്യൻ തന്നെ. ഗേസിയാൻറ്റി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണും. ഗേസിയാൻറ്റി പോകുന്ന നല്ലൊരു ഷെഫ് തന്നെയാണ്. ആകുമ്പോൾ രണ്ടും കൂടെ എടുത്ത് അവിടുത്തെ ബീഫ് കുക്കിങ്. ഉച്ചയ്ക്ക് ചോറായപ്പോൾ 2:30-3 മണിയായി. അറിയാമല്ലോ, അപ്പം അതുപോലെ എൻ്റെ കൊച്ചിരിക്കൂല. നേരത്തെ തിന്നു. 3 കൈകൾ ബീഫിൽ കിടക്കുന്നല്ലേ. അളിച്ച് വരട്ടെ ഗേസ്. ഒട്ടും ഇഷ്ടമല്ല. വഴിച്ച് വെക്കണണ്ട അവരല്ലെങ്കിൽ എരി. ഇപ്പം ആവശ്യത്തിന് എരിയുണ്ട്, കറക്റ്റ് എരിയേ ഉള്ളൂ. എല്ലാം തീർന്നു ഗേസ്. എനിക്ക് എരിയിൽ കുറച്ച് മാംസം ഇരിപ്പല്ലോ, അവൻ കൊടുക്കട്ടെ. കൊള്ളാം കേട്ടോ. പിള്ളേരുടെ അപ്പുസേ സൂപ്പർ. അപ്പം നേരിട്ട് അഭിപ്രായം പറയാൻ ഇവിടെ കുളിക്കാൻ പോകുന്നു.